വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായി പഞ്ചായത്ത്. കോട്ടപ്പടി സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ സ്വയം കേസ് വാദിച്ചാണ് അനുകൂല വിധി നേടിയെടുത്തത്. കോട്ടപ്പടി സ്വദേശിനി മെയ്മോൾ പി ഡേവിസ് മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായ വേങ്ങൂരിലെ പുരയിടത്തിന്റെ കൈമാറ്റത്തിനുണ്ടായ തടസ്സങ്ങൾക്കെതിരെയും അവർ നിയമ പോരാട്ടം നടത്തിയതാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വനം വകുപ്പ് ഭൂമി ഏറ്റെടുക്കുകയും അതിനായി 45 ലക്ഷം രൂപ മെയ്മോൾക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതും നീതി നിഷേധിക്കുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് യുവതി. മെയ്മോൾ വേങ്ങൂരിലെ ഭൂമി വനം വകുപ്പിന് കൈമാറിയതോടെ കോട്ടപ്പടിയിലേക്കാണ് താമസം മാറിയത്. പിന്നാലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെയ്മോളുടെയും കുടുംബത്തിന്റെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് കാരണം പുതുതായി താമസം മാറിയ കോട്ടപ്പടി പഞ്ചായത്തിലും പേര് ചേർത്തിട്ടില്ല. വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാതായതോടെയാണ് ഹൈക്കോടതിയിൽ സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലിസ്റ്റില് പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസം വേണം. ഞാനപ്പോ പുതിയ സ്ഥലത്തേക്ക് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിന് കീഴിലേക്ക് എന്റെ വോട്ട് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ ചേർക്കാനോ വേണ്ടിയിട്ട് എനിക്കൊരു സമയപരിധി കിട്ടിയിട്ടില്ല. ഞാൻ പുതിയ സ്ഥലത്ത് താമസക്കാരി ആയിട്ടുമില്ല, എന്നാൽ പഴയ സ്ഥലത്ത് നിന്ന് താമസം വിടുകയും ചെയ്തു. അപ്പോൾ എവിടെയും ഇല്ലാത്ത തരത്തില് എന്റെ വോട്ട് നിഷേധിക്കുമ്പോൾ എന്റെ വോട്ടവകാശം അനാഥത്വമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു. സെപ്റ്റംബർ 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോ അവര് പറഞ്ഞു താമസം മാറിയതിനാലാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ച് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ മെയ്മോളും അമ്മയും സഹോദരനും ഉൾപ്പെടെ 3 പേരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചത്. സമ്മതിദാന അവകാശത്തിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മെയ്മോളുടെ കഥ നിരവധി പേർക്ക് പ്രചോദനമാണ്. ന്യൂസ് 18 എറണാകുളം.